റിവീലിംഗ് ജീസസ്. ഇനിയും ഞാൻ ഭയപ്പെട്ട് ജീവിക്കണോ? ഇനിയും ഞാൻ ഭാരപ്പെട്ട് ജീവിക്കണോ? പല സാഹചര്യങ്ങളെ പേടിച്ചും പല അവസ്ഥകൾ കണ്ടിട്ടും പലതും കേട്ടും ഒക്കെ ഭയപ്പെട്ട് നിൽക്കുന്ന ആരോടൊക്കെയോ ഇന്ന് പരിശുദ്ധാത്മാവിന് സംസാരിക്കാനുണ്ട്. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം പറയുന്ന ഒരു പദമുണ്ട്, നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നമ്മുടെ ഉള്ളിൽ പകർന്നത്. ദാസത്വത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത അത് ഭയപ്പെടുന്നതാണ്, അത് ആവശ്യമില്ലാത്ത ആകുലതകൾ കൊണ്ടുവരുന്നതാണ്, എന്ത് ചെയ്താലും അതിനകത്ത് കുറ്റമുണ്ടാകുമോ കുറവുണ്ടാകുമോ എന്നൊക്കെ ചിന്തിക്കുന്നതാണ്. പക്ഷേ പുത്രത്വത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത, അപ്പന്റെ വീട്ടിൽ താമസിക്കുന്ന ഒരു മകന് അപ്പനോട് എന്തോരം സ്വാതന്ത്ര്യമുണ്ടോ, ഇതുപോലെ ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരുവൻ, ദൈവാത്മാവിനാൽ നടത്തുന്ന ഒരുവനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നാം പ്രാപിച്ചത് ദാസത്വത്തിന്റെ ആത്മാവിനെ അല്ല, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രയും നാം പ്രാപിച്ചത്. പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച ഒരുവനെ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 8-ാം അധ്യായം പരിചയപ്പെടുത്തുന്ന ഒരു പദമാണ്, നാം മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. എന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് സാക്ഷ്യം പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ ദാസനല്ല, ഞാൻ പുത്രനാണ്. പുത്രൻ വരുത്തിയ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനാണ് എന്നെ നിങ്ങളെ വിളിച്ചത്. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് തന്റെ നിജപുത്രനായ തിമോത്തിയോസിനോട് പറയുന്ന, തിമോത്തിയോസേ, നീ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. പ്രാപിച്ച ആത്മതലം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ആത്മീക ജീവിതം മുമ്പോട്ട് നടത്ത്. ആമേൻ. ഭയത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചത്. ഭയത്തിന്റെ ആത്മാവിനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് ദാസത്വത്തിന്റെ ആത്മാവെന്നാണ്. എന്നാൽ ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, നാം പ്രാപിച്ച ആത്മാവ് പുത്രത്വത്തിന്റെ ആത്മാവാണ്. The spirit of sonship, if it is in us, whatever happens, you just say, I'm holding my dad's hand. ഞാൻ എന്റെ അപ്പന്റെ കരത്തിനെ പിടിച്ചേക്കുന്ന എന്നൊരു ധൈര്യത്തിൽ, ഭയം കൂടാതെ ക്രിസ്തുവിൽ നമുക്ക് ഒരുമിച്ച് ചലിക്കാം. Bless you in Jesus' name. Amen.